അവർ ഇങ്ങനെ വന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഓപ്പണായിട്ട് ഞാൻ വന്ന് പറയുന്നത്. എല്ലാവരും നമസ്കാരം. സോ നമ്മുടെ റിനോഷ് ബ്രോവിന്റെ ഈ ഒരു വീഡിയോ അരമണിക്കൂർ മുന്നേ കാണാനിടയായി. സത്യം പറയാൻ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം, കുറച്ച് സങ്കടവും തോന്നി. പക്ഷെ എന്താ പറയാ, താങ്ക് യു ബ്രോ, താങ്ക് യു റിനോഷ് ബ്രോ. കാരണം ഈ ഒരു സത്യം എപ്പോഴെങ്കിലും തുറന്ന് പറയാനായിട്ട് കാണിച്ച ആ ഒരു മനസ്സിന് ഒരുപാട് നന്ദി. ഞാൻ പേഴ്സണലി സത്യം പറയാൻ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഒരു വീഡിയോ കണ്ടപ്പോ. കാരണം റിനോഷ് ബ്രോ ബിഗ് ബോസ് സീസൺ 5 ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഐ വിറ്റ്നസ് ആയിരുന്നു. എന്താ നടന്നെന്നുള്ളത് എല്ലാം ബ്രോ കണ്ടിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ് ജുനൈസും നമ്മൾ അഖിൽമാരാറും കൺഫെഷൻ റൂമിനകത്ത് പോയതിനു ശേഷം എന്താ നടന്നെന്നുള്ളത്. അതിനുശേഷം ഇതെല്ലാം ഇങ്ങനെ വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് ഇതെല്ലാം കറങ്ങിത്തിരിഞ്ഞ് ഞാൻ കുറ്റക്കാരനായി അല്ലേ. അതിനുശേഷം ബിഗ് ബോസ് എന്നെ പുറത്താക്കുന്നു അല്ലേ. അത് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഗ്രാൻഡ് എക്സിറ്റ് ട്രോള്, എന്നിട്ട് അത് അവര് പിൻവലിച്ചു അല്ലേ. ബിഗ് ബോസ് എത്രയൊക്കെ നിങ്ങൾ കള്ളത്തരങ്ങൾ മൂടി വെക്കാൻ ശ്രമിച്ചാലും ഗട്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ, സത്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ സത്യങ്ങൾ തുറന്ന് പറഞ്ഞിരിക്കും. ഓക്കെ സോ മനസ്സിലാക്കുക. നിങ്ങൾ എന്നെ എന്തുമാത്രം ദ്രോഹിച്ചു. നിങ്ങൾ അന്ന് ഓർത്തില്ലേ, ഞാൻ ആ സീസൺ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത്രയും ദേഷ്യപ്പെട്ട് എന്തുകൊണ്ട് ഇറങ്ങിയെന്ന് നിങ്ങളെല്ലാം ചിന്തിച്ചാണല്ലോ. അവിടെ നടന്ന കാര്യങ്ങൾ, ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ അന്ന് നടന്ന ആൾക്കാർ കണ്ടതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് റിനോഷ് ബ്രോ, ഈ ഒരു സത്യം തുറന്നു പറഞ്ഞതില് ഒരുപാട് നന്ദി. അന്ന് ഞാൻ അതിനുശേഷം ഒരുപാട് എന്നെ എന്താ പറയാ മെന്റലി ഹറാസ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് പേര് വീഡിയോസും കാര്യങ്ങളും എല്ലാം ചെയ്തു. നിങ്ങള് റിനോഷ് ബ്രോന്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. വീഡിയോസ് ചെയ്ത എന്നെ ട്രോളി ആൾക്കാര് അന്ന് നടന്ന സത്യമായിട്ടുള്ള കാര്യങ്ങളല്ല പുറത്ത് ഇവരെ കാണിച്ചത്. ഇവരതൊന്നും വലിയ കാര്യമാക്കാതെ ഇതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് ചെറിയ രീതിയിൽ, ഒന്നുമില്ലാത്ത രീതിയിൽ അത് പുറത്ത് കാണിച്ചു. എനിക്കുണ്ടായ സെയിം ഇൻസിഡന്റ് ഞാൻ സീസൺ 5 എന്റെ കൺമുന്നിൽ കണ്ടപ്പോൾ ആ അനീതിക്കെതിരെ ഞാൻ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തത് ഏഷ്യനെറ്റില് കുറച്ചുപേർ അത് വൃത്തിയറ്റ രീതിയിൽ അത് മാനിപ്പുലേറ്റ് ചെയ്ത് എന്നെ കുറ്റക്കാരനാക്കി അല്ലേ. സത്യങ്ങൾ എന്നാണെങ്കിലും ഒരു ദിവസം പുറത്തു വരും, അത്രേ ഉള്ളൂ. ഓക്കെ, ആൻഡ് താങ്ക് യു റിനോഷ് ബ്രോ. ഈ ഒരു സത്യം എനിക്ക് അറ്റ്ലീസ്റ്റ് ബ്രോയിന് ഇതൊന്നും പറയാൻ തോന്നില്ല. ഐ ഫീൽ ഹാപ്പി ബ്രോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.